അറ്റൻഡൻസ് ബുക്ക് എടുത്ത് കാണിച്ചു. സംസാരിച്ചുകൊണ്ട് ഇന്നപ്പോഴത്തേക്കാണ് അവിടുത്തെ ഉദയനാണ് എടുത്ത് കയ്യാങ്കളിയിലോട്ട് വന്നത്, പിടിച്ച് വാങ്ങിക്കാനായിട്ട് അടിക്കാനായിട്ട് വന്നത്. കൗൺസിൽ പാസാക്കി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. കൗൺസിൽ കൂടി കൗൺസിൽ പാസാക്കി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. 400ഓളം വിഷയങ്ങളുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത്. എന്താണ് നമ്മുടെ അവസ്ഥ? നേരെ ചെവ്വേ ഭരണസമിതിയാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. ഇവിടെ UDFന്റെ കൗൺസിലർമാർ മിനിറ്റ്സ് ബുക്കിൽ ഒപ്പിടുകയായിരുന്നു. വനിതകളടക്കമുള്ള കൗൺസിലർ മിനിറ്റ്സ് ബുക്ക് ഒപ്പിടുമ്പോൾ ചെമ്പഴന്തി ഉദയൻ എന്ന് പറഞ്ഞ ആഭാസിയായിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വനിതാ കൗൺസിലർമാരെ പിച്ച് ചിന്തുകയും കൗൺസിലർമാരെ അടിക്കുകയാണ്. കാരണം നമ്മുടെ വനിതകളെ അടിക്കാൻ അവകാശം ആരും കൊടുത്തിട്ടില്ല. നമ്മളാരും ഒന്നും പോയിട്ടില്ല. അതിനൊക്കെ മേയറുള്ളതല്ല, അവന് കാര്യമുള്ള മേയറുള്ള ഇവിടുത്തെ കൗൺസിലർമാരെ, നമ്മുടെ ചേച്ചിമാര്. ോട് കളിക്കുന്ന ഇവിടെ കളി വേണ്ട കേട്ടോ. ഇവിടെ കളിക്കാൻ വന്നേക്കുന്നു. കളിയാ കോൺഗ്രസിനോട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിദ്യാഭ്യാസം കോൺഗ്രസിന്റെ UDFന്റെ വനിതകളെ അറ്റാക്ക് ചെയ്തേക്കാണ്. ആ വിദ്യാഭ്യാസ കമ്മിറ്റി എന്ത് വിദ്യാഭ്യാസം കമ്മിറ്റി? വിദ്യാഭ്യാസത്തിനാണ് സ്ത്രീകളായിട്ട് അടിക്കുകയാണ് അവരുടെ വിദ്യാഭ്യാസ കമ്മിറ്റി. അതുകൊണ്ട് നോക്കാൻ പറ്റുന്നില്ല. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നമ്മുടെ പെൺകുട്ടികളാണ് സ്ത്രീകളെയാണ് അടിക്കുന്നത്. അങ്ങനെ നോക്കാൻ നമ്മളിവിടെ പറ്റത്തില്ല. എന്നെ അടിച്ച് നിങ്ങൾ കണ്ടതല്ലേ? അറ്റൻഡൻസ് രജിസ്റ്റർ മനഃപൂർവ്വം അറ്റൻഡൻസ് രജിസ്റ്റർ ഇവരെ മനഃപൂർവ്വം നമ്മൾ ഒപ്പിട്ടപ്പോൾ നമ്മുടെ അറ്റൻഡൻസ് രജിസ്റ്റർ കയ്യിൽ നിന്ന് എടുത്തു. ഇന്നത്തെ ഷോ മൊത്തം കാണിച്ച് അറ്റൻഡൻസ് രജിസ്റ്റർ റെഡിയാണ്. പിന്നെ UDF കൗൺസിലർമാർ അടിക്കുകയാണ്. ആ ചോദിക്കുന്നത് എന്റെ ജനത്തിന് കേട്ടാ തലക്കകത്ത് താമസമുണ്ടോ? നമ്മൾ ഒപ്പിട്ട് കൊടുത്താൽ പോലെ BJP കൗൺസിലർമാര് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വന്ന് ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് ബലാത്കാരമായി ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയി. ഞങ്ങളെ ഞാൻ ചോദിക്കട്ടെ, കൗൺസിൽ കൂടി കഴിഞ്ഞാൽ അതിൽ അറ്റൻഡൻസ് ബുക്കിൽ കൗൺസിലർമാർ ഒപ്പിടുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളത് BJPയുടെ മേയർ ശ്രീ VV രാജേഷ് ഇവിടെ വ്യക്തമാക്കണം. അത് വ്യക്തമാക്കിയതിനു ശേഷം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്താൽ മതി. ഒരാൾ പോലും അതിൽ ഒപ്പിട്ടിട്ടില്ല. ഒരാൾ പോലും ഒപ്പിടാത്ത തരത്തിൽ വളരെ നിഗൂഢമായി അവർ തീരുമാനിച്ച് ചർച്ച ചെയ്ത് വന്നതാണ്. വന്നിരുന്ന ഉടനെ കൗൺസിൽ കൂടി 400ഓളം വിഷയങ്ങൾ ഉള്ളപ്പോ ആ അജണ്ട ചർച്ച ചെയ്യാതെ പാസ്സാക്കി ഞങ്ങളെ ഒപ്പിടാൻ സമ്മതിച്ചിട്ടില്ല. കണ്ടോ?
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.